കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. അഭിമാനകരമായ വളർച്ചയിലാണ് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിന്റെ 104ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽപ്പറ്റ ലളിത് മഹൽ ഓഡിറ്റോറിയത്തിലാണ് സർവീസ് സഹകരണ ബാങ്കിന്റെ 104ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. വാർഷികാഘോഷം കേരള സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായെന്നും ഇനി അത് നടപ്പാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില ജീവനക്കാർ കാണിക്കുന്ന ക്രമക്കേടുകൾ ഇതൊക്കെ സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണെങ്കിലും പൊതുവിൽ അതിൻ്റെ വിശ്വാസ്യത ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാനുള്ള ഒരു പ്രേരണ നൽകും വിധം ചില മാധ്യമങ്ങളൊക്കെ സഹകരണ ബാങ്കുകളെ പറ്റി തെറ്റായിട്ടുള്ള വാർത്തകൾ, അതിശയോക്തിപരമായിട്ടുള്ള വാർത്തകളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു തകർച്ചയ്ക്ക് ഇടയാക്കും വിധമുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ബാധിച്ചിട്ടില്ല. കാരണം കേരളത്തിലെ സർക്കാർ നല്ല പിന്തുണയാണ് കൊടുക്കുന്നത്. ബാങ്കിന്റെ പുതിയ സംരംഭമായ ആംബുലൻസ് പി ജയരാജൻ നാടിന് സമർപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സെന്റിനറി പുരസ്കാരം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിനും സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൽപ്പറ്റയിലെ ചുമട്ടുതൊഴിലാളികൾക്കും സമർപ്പിച്ചു. ടി സുരേഷ് ചന്ദ്രൻ സ്മാരക കലാസാംസ്കാരിക പുരസ്കാരം നാടക നടൻ ആണ്ടൂർ ബാലകൃഷ്ണനും സെന്റിനറി എൻഡോവ്മെന്റ് SH മാനസ് ദേവിനും കൈമാറി. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ജൈനേന്ദ്ര കൽപ്പറ്റയുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് നഗരസഭ ബഡ്സ് സ്കൂളിന് സമർപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ VM ഹാരിസ്, ബാങ്ക് പ്രസിഡന്റ് EK ബിജുജൻ, ബാങ്ക് ഡയറക്ടർ VM റഷീദ്, ബാങ്ക് സെക്രട്ടറി MB സജോൺ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് വിഷൻ, കൽപ്പറ്റ.